ഹലോ ഹായ്. രാവിലെ തന്നെ വന്നത് വേറൊന്നുമല്ല, കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഫസ്റ്റ് കാണുന്ന ന്യൂസ്, പാകിസ്ഥാനിലെ ഒരു അടിയന്തര മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, ആണവായുധം അവർ പ്രയോഗിക്കാൻ പോവാണ് ഇന്ത്യക്കെതിരെ. അപ്പൊ അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് കമന്റ്സ്, കാരണം കുറച്ച് യുദ്ധപ്രേമികൾ, പാകിസ്ഥാനെ എന്നേക്കുമായി തുടച്ച് നീക്കണം എന്ന് പറയുന്ന യുദ്ധപ്രേമികളുണ്ട്. ഓഫ് കോഴ്സ് ബാക്കി ഓൾ ഇന്ത്യൻസ് നമ്മൾ അത് തന്നെ വിചാരിക്കുന്നത്, പാകിസ്ഥാൻ മുച്ചൂട് നശിക്കണം, പന്നിയുള്ള അഹങ്കാരം തീരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ, അപ്പൊ അതിന്റെ അടിയിൽ തൊട്ടടിയിൽ വന്ന കമന്റ്, എങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല. ശരിയാണ്, എന്താണെങ്കിലും, കാരണം അവർ പ്രയോഗിച്ച എല്ലാവരും പറയണത് നമ്മളുടേലും ഉണ്ട്, അപ്പൊ നമ്മൾ അങ്ങോട്ട് വിട്ട് താങ്ങും, പാകിസ്ഥാൻ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പണ്ട് അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിലിട്ട ആറ്റം ബോംബ്, അന്ന് ഒരു ആണവായുധം പ്രയോഗിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേര് ഫിസിക്കലി, ഇപ്പോഴും 100% അവർ അതിൽ നിന്നൊക്കെ 100% അതിൽ നിന്നൊക്കെ റിക്കവർ ആയിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ടായിരിക്കാം. പക്ഷെ അന്ന് അവർ അനുഭവിച്ച കാര്യങ്ങള്, ഇപ്പോ ഒരു എക്സാമ്പിള്, കാരണം പാകിസ്ഥാൻകാർക്ക് ബുദ്ധിയില്ല, ആരോഗ്യം മാത്രമേ ഉള്ളൂ. കാരണം അവരെ കൂടെ ഒരു 10 കൊല്ലം ജോലി ചെയ്ത ആളാണ് ഞാൻ ദുബായില്. കാരണം ബുദ്ധി എന്ന് പറഞ്ഞ വസ്തു 7 അയലത്തേക്ക് പോയിട്ടില്ല. അവർക്ക് കൺമുന്നില് ഇന്നാളെ ഒരു സംഭവം, ഞാൻ ദുബായിലുള്ളപ്പോ ഒരു ഡോക്ടർ അയാളുടെ ബ്രദറിനെ ചികിത്സിച്ചു. ബ്രദർ അസുഖം കൂടി, ആള് ഡെഡായി. ആളുടെ മനസ്സിലപ്പോ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഡോക്ടറാണ്, കാരണം ഡോക്ടറെ കൊല്ലണം. ആ നാറി കൊന്ന് ഡോക്ടർ അഹല്യ ഹോസ്പിറ്റലിലാണ്. അവിടെ വെച്ചിട്ട് ആ ഡോക്ടറെ തീർത്ത് കളഞ്ഞു. കാരണം ബുദ്ധിയില്ല, ബോധമില്ല, 5 പൈസക്ക് വിവരമില്ല. പക്ഷെ ഒരു കാര്യം, ആരോഗ്യമുണ്ട്. അത് എനിക്ക് 10 കൊല്ലത്തെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ഒരു ആറ്റം ബോംബ് ഇട്ട് അവിടെ ഉള്ളവരെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഇട്ടു. ചിലപ്പോ 10% ആൾക്കാർ ചിലപ്പോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ അന്നത്തെ ആറ്റം ബോംബല്ല ഇപ്പോ. ഓരോ രാജ്യത്തും അതിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള ആറ്റം ബോംബുകളാണ് ഉള്ളത്. അപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ കാരണം ഒരു ദേശത്ത് മാത്രമാവില്ല, ചിലപ്പോ ഓൾ ഇന്ത്യ വ്യാപിക്കാനുള്ള രീതിയിലുള്ള ആറ്റം ബോംബ് ഉണ്ടായിരിക്കാം. എൻ്റെ അറിവുകേടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, അന്നത്തെ ഒരു 10% ശക്തിയാണെങ്കിൽ ഇന്ന് 100-150% ശക്തിയുള്ള ആണവായുധങ്ങളാണ് ഓരോ രാജ്യത്തിൻ്റെയും കൂടെ ഉള്ളത്. ഇപ്പോൾ പാകിസ്ഥാന് കൂടെയാണെങ്കിലും ഇപ്പം ഇന്ത്യയിൽ കൂടെയാണെങ്കിലും, കാരണം ഇന്ത്യ പ്രയോഗിക്കില്ല മാക്സിമം ആണവായുധം, കാരണം അവർ ഹ്യൂമൻസിന് കുറച്ച് വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. നമ്മൾ അവരുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്തല്ലോ. കാരണം പ്രൈം മിനിസ്റ്ററിന്റെ എത്രയോ 20 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഒരു സ്ഫോടനം നടന്നു. അയാളൊക്കെ മൂലയ്ക്ക് കയറി ഒളിച്ചു, കാരണം ആൾക്കൊന്നും നേരിടാൻ പറ്റൂല. നേരിട്ടിട്ട് നേർക്കുനേരെ, നമ്മൾ ഇന്ത്യൻസിനാണെങ്കിൽ നേർക്കുനേരെ വാ തല്ലി തീർക്കാം എന്ന രീതിയിലാണ്. പക്ഷെ ഇത് ആണവായുധം, കാരണം ഞാൻ അതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യുദ്ധമല്ല നമുക്ക് വേണ്ടത്, ഇതെങ്ങനെയെങ്കിലും. കാരണം ഇപ്പൊ യുദ്ധത്തിൽ തന്നെ നമ്മുടെ 2 ഭടന്മാര് ഓൾറെഡി നീങ്ങി പോയിട്ടുണ്ട്, കാരണം മരിച്ചിട്ടുണ്ട്. അതേമാതിരി പാകിസ്ഥാനിൽ പോയിട്ടുണ്ടാവാം, പന്നികൾ സമ്മതിക്കൂലല്ലോ. കാരണം ഇപ്പോഴും അന്ന് ഞാൻ ദുബായിലുള്ളപ്പോൾ ഒരു നാറി എന്നോട് പറഞ്ഞു, കാർഗിൽ യുദ്ധത്തിൽ അവരാ ജയിച്ചെന്ന്. ഞാൻ പിന്നെ അവരുടെ ആരോഗ്യത്തിന് പേടിച്ച്, കാരണം ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോഴത്തെ യുദ്ധത്തിൽ നമ്മൾ ഇന്ത്യൻ ആർമി കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്തിന് പ്രൈം മിനിസ്റ്റർ വരെ ഒളിച്ചില്ല, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. പിന്നെ എന്താണ്, ഞാനിപ്പോ ഇതില് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്, കാരണം അവരുടെ ലേറ്റസ്റ്റ് ന്യൂസ്. അവിടെ യോഗം വിളിച്ചു, ആൾക്കാരൊക്കെ യോഗത്തിൽ വന്നിട്ടുണ്ടാവും, ശാസ്ത്രജ്ഞന്മാര് കാര്യങ്ങളൊക്കെ. എപ്പോ ബോംബ് പൊട്ടിക്കാം, ഒരൊറ്റ ചിന്ത അവർക്ക്, കാരണം അവർക്ക് ജയിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെയാവും അവരുദ്ദേശിക്കുന്നുണ്ടാവുക. കാരണം അങ്ങനെ ചെയ്താൽ ചിലപ്പോ ഇടാതിരിക്കട്ടെ, ആറ്റം ബോംബ് പ്രയോഗിക്കാതിരിക്കട്ടെ, പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ടേക്ക് പ്രയോഗിച്ചിട്ടാണെങ്കിലും ശരി,
എത്ര നാള് അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. കാരണം പണ്ടൊരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഒരു കുട്ടി അവന്റെ അനിയത്തിയുടെ ഡെഡ് ബോഡിയും കൊണ്ട് ക്യൂല് നിൽക്കുന്നത്. കാരണം ആ ക്യൂ കഴിഞ്ഞിട്ട് വേണം ഇവനക്ക് അവിടെ എത്തി അവന്റെ അനിയത്തിയുടെ ശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ യുദ്ധവെറിയന്മാരുണ്ട്. ഇന്ദിരാഗാന്ധിന്റെ നമ്മൾ അടിച്ചേരുന്നത് അവര് തൊടില്ല. എടോ, യുദ്ധം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നാശം അല്ലെങ്കിൽ കുറെ ആൾക്കാരെ മരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങള് ഒരു കാര്യം ചിന്തിച്ചില്ല. കാരണം ആർക്കും ശബ്ദം മനുഷ്യ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. കാരണം നമുക്ക് വേണ്ടത് യുദ്ധം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്ന് കരുതി അവരെ മിണ്ടാതിരിക്കണം എന്നല്ല, അവർക്ക് മറുപടി കൊടുക്കണം. പക്ഷെ യുദ്ധം, ആറ്റം ബോംബ്, അണുബോംബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ കാരണം അത്യാവശ്യം ബോധവും അറിവുള്ള ആൾക്കാരുണ്ട് നമുക്ക് സംസാരിക്കാനും. ഇപ്പോ അവരുടെ കൂടെ ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു അഹങ്കാരം എന്താ വെച്ചാല്, ചൈന നമ്മളുടെ കൂടെ ഉണ്ട്, തുർക്കി നമ്മളുടെ കൂടെ ഉണ്ട്, ഇന്ത്യയുടെ കൂടെയോ ഇസ്രായേലുണ്ട്, റഷ്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്. ഈ 3 രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയുടെ കൂടെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങള്, ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് റഷ്യ ഉണ്ട്, ഇസ്രായേൽ ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാവും, പിന്നെ അമേരിക്ക ഉണ്ട്. ഇവ 3 രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ, തുർക്കിയും ചൈനയും പാകിസ്ഥാന്റെ കൂടെയും. ഓഫ് കോഴ്സ് അവർക്ക് എന്തായാലും നമ്മളോട് കലിപ്പുണ്ടല്ലോ ചൈനയ്ക്ക്. അപ്പൊ അവർ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, ആൾക്കാരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് കിട്ടിയ ബുദ്ധിയും ബോധവും ലെവലേഷൻ ഇല്ലാത്ത, കാരണം ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവര് വായ തുറക്കുള്ളൂ. അതിന് ആ ഒരു ചിന്ത, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടി, രാത്രി എന്താ കഴിക്കേണ്ടി, ആ ഒരു ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാനികള്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, യുദ്ധത്തിന്റെ അവസാനം ആർക്ക്? കാരണം എൻ്റെ ഒരു അറിവിൽ നോക്കുകയാണെങ്കിൽ അവർ ആറ്റം ബോംബ് ഇപ്പൊ പറഞ്ഞല്ലോ, രാവിലെ തന്നെയുള്ള ന്യൂസ് അതാണ്, ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും നഷ്ടം? ഓഫ് കോഴ്സ് അവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ പ്രയോഗിക്കും, കാരണം നമുക്കൊരു ടൈം വേണ്ടത് പ്രയോഗിക്കാൻ. കാരണം ആ നാരികൾ ബോധം ബുദ്ധി ഇല്ലാണ്ട് നേരെ വന്ന് ഇന്ത്യയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് പ്രയോഗിക്കാൻ നമുക്ക് സമയമെടുക്കും. കാരണം അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചിരിക്കും ആ കാര്യങ്ങളിൽ നിന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. കാരണം അതിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ കാണണം. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂലോകത്ത് ഉണ്ടാവില്ല, അവരെ ഭൂപടത്തിൽ നിന്ന് തുറച്ചു കളയും, പാകിസ്ഥാൻ അവര് രാജ്യം വിട്ട് ഓടേണ്ടി വരും. ശരിയാണ്, ഓടേണ്ടി വരും. കാരണം ആ പന്നികൾക്ക് ബുദ്ധിയില്ല, ആരോഗ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫസ്റ്റ് ആരാണ് ആണവായുധം പ്രയോഗിക്കുന്നത്? പ്രയോഗിക്കാതിരിക്കട്ടെ, ബുദ്ധിയില്ലാത്തൊരു പ്രയോഗിക്കുള്ളൂ. കാരണം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, കാരണം പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഒരു ദരിദ്ര രാഷ്ട്രത്തിലേക്കാണ് നമ്മളുടെ നാട് പോകുന്നത്. ഇപ്പൊ ഇവൻ പാകിസ്ഥാൻ ആണെങ്കിലും ശരി, കാരണം ഇപ്പോ അവരുടെ നമ്മൾ IPL ബദലായിട്ട് അവര് തുടങ്ങിയ സംഗതിയും കാര്യങ്ങളൊക്കെ ഒരുമാതിരി മൂഞ്ചി തുളഞ്ഞിട്ട് ഇരിക്കുന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ വേറെ കുറെ രാജ്യക്കാർ അവരെ മുച്ചൂടും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഭീകര രാഷ്ട്രമാണ്. ഇപ്പോ ഇത് പഴയൊരു ഓർമ്മയാണ്. എൻ്റെ ഒരു മാനേജർ, കാരണം ആൾക്ക് US വിസിറ്റ് ഉണ്ടായിരുന്നു ബിസിനസ് സംബന്ധമായിട്ട് തന്നെ. പക്ഷെ ആളുടെ വിസ റിജക്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അയാൾ ഒരിക്കൽ പാകിസ്ഥാനിലേക്ക് ഒരു കല്യാണം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വിസ, കാരണം വേറെ പുറം രാജ്യത്തുള്ള ആൾക്കാർ കാണുന്നത് പാകിസ്ഥാൻ, സമമില്ലാതെ തന്നെ അവര് ഭീകരർ, അവര് ലോകത്തെണ്ടികളാണ്, അവരെ കൊണ്ട് ശരിയാവില്ല. അതന്നെയാണ് ഇപ്പൊ നാട്ടിൽ നടക്കാൻ പോകുന്നത്. പച്ചകള് എന്ന് ഞങ്ങൾ പറയാറ് ദുബായിലുള്ളവര്. ഇങ്ങനെ വിവരക്കേടിന്റെ വിവരദോഷം കൊണ്ട്, കാരണം പന്നികൾ പ്രയോഗിക്കുകയില്ലേ, കാരണം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബുദ്ധിയില്ല. ഒരു പ്രത്യേക നിമിഷത്തിൽ തോന്നുകയാണ് ആ ബോംബ് പൊട്ടിക്കാം, ആറ്റം ബോംബ് തന്നെ ഇന്ത്യയിൽ പൊട്ടിക്കാം, നശിച്ച് നാറോടക്കല്ലിൽ എടുക്കട്ടെ എന്ന് അവർ മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആണവായുധം പ്രയോഗിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോഴേക്കും നമ്മുടെ നാട് ഒരു 80% നശിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പ്രയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരുള്ളൂ. അപ്പോ ഞാനിപ്പോ എന്തിനും വന്ന് അപ്പൊ എല്ലാരും മനസ്സിലൊരു പ്രാർത്ഥന വേണം. കാരണം
ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിലല്ല, ആണവായുധം പ്രയോഗിക്കാതിരിക്കട്ടെ. അത് പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ആണവായുധം എന്നൊരു സംഗതി. കാരണം ആണുങ്ങളെ പോലെ ഇപ്പൊ അടിച്ചു നിൽക്കുക ഞാൻ ഒരിക്കലും യുദ്ധത്തിനൊപ്പമല്ല, എഗെയിൻസ്റ്റും അല്ല. അത്യാവശ്യ സമയത്ത് അത് അണ്ണാക്കി തന്നെ കൊടുക്കണം. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ, ഈ ആണവായുധം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവണ അവസ്ഥകൾ, ഇവൻ നിങ്ങളൊന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ മതി, വാട്ട് ഹാപ്പൻ ടു ഹിരോഷിമ നാഗസാക്കി, അങ്ങനെ തന്നെ ഒന്നും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം, ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബ് അറ്റാക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. കാരണം അമേരിക്കയുടെ അവസാനത്തെ കാരണം എൻ്റെ ആ ഒരു അറിവിൽ അന്ന് ലോകമഹായുദ്ധം നടന്നപ്പോൾ ബാക്കി എല്ലാ രാജ്യക്കാരും പിൻവാങ്ങി, ജപ്പാൻ പിൻവാങ്ങിയില്ല. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ ആറ്റം ബോംബ് എത്രത്തോളം വിഷമാണ് ആ മനസ്സിലുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആറ്റം ബോംബൊക്കെ പൊട്ടിക്കാനേ നമ്മളെ നാട്ടില് ചിലപ്പോ അവര് പൊട്ടിക്കുക, ചിലപ്പോ അവിടെ കാശ്മീരിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പൊട്ടിക്കുക. പക്ഷെ 2000-3000 കിലോമീറ്റർ ഒക്കെയാണ് ഇപ്പൊ മിസൈലും കാര്യങ്ങളൊക്കെ പോണത്. അപ്പൊ ആറ്റം ബോംബ് വായിച്ചിട്ടൊക്കെ അത്രയും പോവാം എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല, എൻ്റെ അറിവ് ഒരു പരിമിതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ, പക്ഷെ ഇന്നത്തെ രാവിലത്തെ ന്യൂസ് നിങ്ങളെല്ലാവരും അറിയിക്കണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നിട്ടോ. അത് ഞാൻ രാവിലെ തന്നെ വന്നിരുന്നു. ഇന്നലെ അത്ര ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ എന്താ കേസ് എന്ന് വെച്ചാല്, എല്ലാവരും മനസ്സിലൊരു പ്രാർത്ഥന വേണം. ഇന്ത്യ നമ്മുടെ നാട് സേഫ് ആവണം. ഒപ്പം നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പട്ടാളക്കാര്, നമ്മുടെ സോൾജിയേഴ്സ് ജീവൻ പണയം വെച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പട്ടാളത്തിലാണ്, ആർമിയിലാണ്. ഞാൻ അവനെ രാവിലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പം എന്നിട്ട് ഒരു വിവരമില്ല, ഇതെന്ത് പറ്റിയെന്ന് അറിയണില്ല. ഞാൻ ഓനെ വിളിച്ചു, എടാ നീ ഓക്കെ അല്ലേ, നീ സേഫ് അല്ലേ, നീ ഇത് എവിടെയാണ്? അവൻ പറഞ്ഞു, അളിയാ ഞാൻ ഗുജറാത്തിലേക്കോ എൻ്റെ ഒരു ഓർമ്മ അവിടേക്ക് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ യുദ്ധം ഉണ്ടാ? അപ്പൊ പറഞ്ഞു, അവിടെ യുദ്ധത്തിനല്ല, കാരണം സെക്യൂരിറ്റി ആയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് സെക്യൂരിറ്റി ആയിട്ട് അവരെ അങ്ങോട്ടേക്ക് ആ കറക്റ്റ് സ്ഥലം ഞാൻ ഒന്നുകൂടി നോക്കേണ്ടി വരും കേട്ടോ. കറക്റ്റ് സ്ഥലം നമുക്കൊരു പിടുത്തല്ല. അപ്പൊ അവൻ പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഈ ബുദ്ധിമുട്ടില് ഗുജറാത്ത് അല്ലായിരിക്കട്ടെ ചിലപ്പോ. എനിക്ക് പെട്ടെന്നൊരു 1 മിനിറ്റ് ഞാനൊന്നും ഇതിൽ നോക്കിയോട്ടെ എൻ്റെ ടാബില്. അവൻ വാട്സാപ്പില് ചാറ്റ് ചെയ്ത്. കാരണം വാട്സാപ്പില് എനിക്കറിയില്ലല്ലോ അവിടെ അവൻ യുദ്ധത്തിന്റെ ഇടയിലാണോ അല്ലേ എന്നുള്ളത്. എവിടെ അവൻ ഗുജറാത്തിലേക്കല്ല രാജസ്ഥാനിലേക്ക് പോകുന്നത്. രാജസ്ഥാനിൽ എന്താ കാര്യം എന്ന് വെച്ചാല് അവന് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാൻ. ഞാൻ ചോദിച്ച സേഫായി പോയി വാമത്തെ, അവിടെയാണ് ഇപ്പോൾ നിന്റെ പോസ്റ്റ്? ഗുജറാത്താണ്. ഇപ്പോൾ രാജസ്ഥാൻ പോകുന്നു. അവിടെ മറ്റേ ആൾക്കാർക്കുള്ള ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സെക്യൂരിറ്റി, അതായത് സംരക്ഷിക്കുന്ന വകുപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരുപാട് അഭിമാനമുണ്ട്. കാരണം നമ്മളുടെ ഒരു ക്ലാസ്മേറ്റ് ആണ് പോകുന്നത്. എന്താ കേസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്ന സബ്ജക്റ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ കിളി പോയിട്ട് സബ്ജക്റ്റ് മാറി പോകും. എന്താ വെച്ചാൽ യുദ്ധം ഒരു രാജ്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രാജ്യത്തെയും നന്നാക്കുന്നില്ല. അവരെ ദാരിദ്ര്യത്തിലേക്കും വേറെ എന്തെങ്കിലും പ്രശ്നത്തിലേക്കൊക്കെ കടന്നു വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പ്രാർത്ഥിക്കുക, ആ വിവരം കെട്ട നാറികള് പച്ചകള് ആറ്റം ബോംബ് പ്രയോഗിക്കാതിരിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും ഇനി പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് പ്രയോഗിക്കാനുള്ള സമയം നമ്മൾ അത് ചെയ്യില്ല. കാരണം നമുക്ക് ബുദ്ധി ബോധമുണ്ട്. പക്ഷെ അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എത്ര നാട് ദാരിദ്ര്യം എന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം പൊങ്ങി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവുക, എൻ്റെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ, അങ്ങനത്തെ ഒരു മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന എല്ലാ പട്ടാളക്കാർക്കും. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ജയിക്കും എങ്ങനെയൊക്കെ വന്നാലും. പക്ഷെ ജയിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യ വേണം. അങ്ങനത്തെ ഒരു ചിന്ത എല്ലാവർക്കും വേണം. നമ്മുടെ ഇന്ത്യയുടെ ഒപ്പം വേണം എല്ലാവരും.